ಪಿತನ ಸುಧನ ಮತ್ತು ಪವಿತ್ರಾತ್ಮನ ನಾಮದಲ್ಲಿ ആമേൻ. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, RRC ധ്യാന കേന്ദ്രത്തിൽ നിന്ന് എല്ലാവർക്കും പ്രാർത്ഥനാശംസകൾ നേരുന്നു. ಪ್ರಭು ಕ್ರಿಸ್ತರಲ್ಲಿ ಆತ್ಮೀಯ ಸಹೋದರ ಸಹೋದರಿಯರೇ, RRC ಧ್ಯಾನ ಕೇಂದ್ರದ ಪರವಾಗಿ ನಿಮ್ಮೆಲ್ಲರಿಗೂ ಪ್ರಾರ್ಥನಾ ಶುಭವನ್ನು ಕೋರುತ್ತಿದ್ದೇವೆ. കർത്താവിന്റെ വചനത്തോട് ചേർന്ന് നിൽക്കാൻ ഒരിക്കൽ കൂടെ അവസരം തന്നതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ಮತ್ತೊಂದು ದಿನ ದೇವರ ವಾಕ್ಯದೊಟ್ಟಿಗೆ ಸಂಚರಿಸಲು ಅವಕಾಶ ಮಾಡಿಕೊಟ್ಟ ದೇವರಿಗೆ ಕೃತಜ್ಞತೆಯನ್ನು ಸಲ್ಲಿಸೋಣ. നിങ്ങളെല്ലാവരെയും ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട്. കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ಸತತವಾಗಿ ನಿಮ್ಮೆಲ್ಲರ ಪ್ರಾರ್ಥನಾ ಕೋರಿಕೆಗಳಿಗಾಗಿ ಪ್ರಾರ್ಥಿಸುತ್ತಿದ್ದೇವೆ. കാരണം ഈശോ പറഞ്ഞതുപോലെ നിങ്ങൾ ലോകമെങ്ങും പോയി സർവ്വ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കാൻ പറഞ്ഞ ഒരു സുവിശേഷ പ്രഘോഷണത്തിൽ ഞങ്ങൾ മാത്രമല്ല, നമ്മൾ ഒരുമിച്ച് പങ്കുചേർന്ന് മുന്നോട്ട് പോവുകയാണ്. ಕಾರಣ ಪ್ರಭು ಯೇಸು ಶಿಷ್ಯರಿಗೆ ನುಡಿದ ರೀತಿಯಲ್ಲಿ ಲೋಕದ ಕಟ್ಟ ಕಡೆಯವರೆಗೆ ಹೋಗಿ ಸುವಾರ್ತೆಯನ್ನು ಸಾರಿರಿ ಎಂಬ ವಚನದಂತೆ ನಾವು ಮಾತ್ರವಲ್ಲ, ನಮ್ಮೊಟ್ಟಿಗೆ ನೀವೆಲ್ಲರೂ ಸೇರಿ ಶುಭ ಸಂದೇಶವನ್ನ ಸಾರುತ್ತಿದ್ದೇವೆ. അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ಮಾತೆ ಮರಿಯಮ್ಮನವರ ನಿರ್ಮಲ ಹೃದಯಕ್ಕೆ ನಮ್ಮನ್ನು ಸಮರ್ಪಿಸುತ್ತಾ ಪ್ರಾರ್ಥಿಸೋಣ. ನಮೋ ಮರಿಯೇ ವರಪ್ರಸಾದ ಪೂರ್ಣೆ, ಕರ್ತರು ನಿಮ್ಮೊಡನೆ ಇದ್ದಾರೆ, ಸ್ತ್ರೀಯರಲ್ಲಿ ನೀವು ಧನ್ಯರು ಮತ್ತು ನಿಮ್ಮ ಉದರದ ಫಲವಾದ ಯೇಸು ಧನ್ಯರು. ಸಂತ ಮರಿಯ ದೇವಮಾತೆಯೇ, ಪಾಪಿಗಳಾಗಿರುವ ನಮಗಾಗಿ ಈಗಲೂ ನಮ್ಮ ಮರಣದ ಸಮಯದಲ್ಲೂ ಪ್ರಾರ್ಥಿಸಿರಿ. ಆಮೆನ್. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തോത്ര. സ്നേഹം നിറഞ്ഞവരെ, കർത്താവിന്റെ വചനം നമ്മൾ ഉൽപ്പത്തി പുസ്തകമാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ಪ್ರಿಯರೇ, ಈಗ ನಾವು ಆದಿಕಾಂಡವನ್ನು ಅಧ್ಯಯನ ಮಾಡುತ್ತಾ ಬರುತ್ತಿದ್ದೇವೆ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് നോഹ എന്ന് പറയുന്ന നോഹയെയും നോഹയുടെ പുത്രന്മാരെയും അവരുടെ ജീവിതത്തിൽ നടന്ന വലിയ ഒരു സംഭവത്തെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ಕಳೆದ ದಿನದಲ್ಲಿ ನಾವು ಧ್ಯಾನಿಸಿದೆವು ನೋಹ ಮತ್ತು ಆತನ ಕುಟುಂಬದಲ್ಲಿ ನಡೆದಂತ ಒಂದು ಘಟನೆಯನ್ನ ನಾವು ಧ್ಯಾನಿಸಿದೆವು. മുന്തിരിത്തോട്ടം എന്ന കൃഷി ആരംഭിക്കുന്നത് നോഹയിൽ നിന്നാണ്. അവിടുന്ന് നോഹ അത് കഴിഞ്ഞ് വീഞ്ഞുണ്ടാക്കി, വീഞ്ഞു കുടിച്ച് ഉന്മത്തനായി നഗ്നനായി കിടന്നു. അതിൻ്റെ പരിണിത ഫലങ്ങൾ കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ കാണുകയായിരുന്നു. ದ್ರಾಕ್ಷಾ ತೋಟವನ್ನ ಮೊಟ್ಟ ಮೊದಲ ಬಾರಿಗೆ ನೋಹನು ಪ್ರಾರಂಭ ಮಾಡಿ ದ್ರಾಕ್ಷಾ ರಸವನ್ನ ಯಥೇಚ್ಛವಾಗಿ ಕುಡಿದು ಅಮಲೇರಿ ನಗ್ನನಾಗಿ ಬಿದ್ದು ಅದರ ದುಷ್ಪರಿಣಾಮಗಳೆಲ್ಲವನ್ನ ನಾವು ಧ್ಯಾನಿಸಿದೆವು. കർത്താവിൻ്റെ വചനത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കാം. നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 10ഉം 11ഉം അധ്യായങ്ങളാണ്. ಇಂದು ನಾವು ಆದಿಕಾಂಡ 10 ಮತ್ತು 11ನೇ ಅಧ್ಯಾಯವನ್ನ ಧ್ಯಾನಿಸೋಣ. നോഹയിൽ നിന്നും നോഹയുടെ പുത്രന്മാരിൽ നിന്നുമാണ് ജലപ്രളയത്തിന് ശേഷം ഈ സൃഷ്ടപ്രപഞ്ചത്തിലുള്ള ജനതകൾ മുഴുവൻ ഉത്ഭവിക്കുന്നത്. ಜಲಪ್ರಳಯದ ನಂತರ ನೋಹ ಮತ್ತು ನೋಹನ ಮಕ್ಕಳ ಮುಖಾಂತರ ಪ್ರಪಂಚದಾದ್ಯಂತ ಇರುವ ಎಲ್ಲಾ ಸಂತತಿ ಸಂತಾನ ಪ್ರಾರಂಭವಾದದ್ದು. നമ്മൾ കണ്ടു, നോഹയുടെ രണ്ടാമത്തെ പുത്രൻ ഹാം എന്ന് പറയുന്ന ആ പുത്രനാണ് വലിയൊരു തിന്മ ചെയ്തത്. അതായത് നോഹ ഉന്മത്തനായി കിടന്നപ്പോൾ, നഗ്നനായി കിടന്നപ്പോൾ ആ നഗ്നത മറ്റുള്ളവരോട് പ്രഘോഷിച്ച് നടന്ന് അങ്ങനെ ഒരു വലിയൊരു പാപം ചെയ്ത് ശാപം വരുത്തി വെച്ചത് രണ്ടാമത്തെ മകനായ ഹാമാണ്. ನೋಹನ ಎರಡನೆಯ ಮಗನಾದ ಹಾಮನು ತಂದೆಯ ನಗ್ನತೆಯನ್ನ ನೋಡಿ ಒಂದು ದೊಡ್ಡ ಶಾಪಕ್ಕೆ ಒಳಗಾದದನ್ನ ನಾವು ನೋಡಿದೆವು. ഇനി നമ്മൾ 11ാം അധ്യായം, ഈ 10ാം അധ്യായത്തിൽ മുഴുവൻ ഈ ജനതകളെ കുറിച്ചാണ് പറയുന്നത്. ഹാമിൻ്റെയും അതുപോലെ തന്നെ യാഫത്തിൻ്റെയും ഷേമിൻ്റെ വംശം അത് കഴിഞ്ഞിട്ടാണ് 11ാം അധ്യായത്തിലാണ് പറയുന്നത്. ഈ അധ്യായത്തിൽ ഹാമിൻ്റെയും യാഫത്തിൻ്റെയും 2 മക്കളുടെ ഒരു വംശപരമ്പരയാണ് പറഞ്ഞു വെക്കുന്നത് 10ാം അധ്യായത്തിൽ. ಈ 10ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಇನ್ನಿಬ್ಬರು ಮಕ್ಕಳಾದ ಎಫೆತ್ ಮತ್ತು ಶೇಮ್ ಅವರ ಒಂದು ಸಂತತಿ ಸಂತಾನದ ಒಂದು ಕುರಿತು ವಿವರಣೆಯನ್ನು ನೋಡುತ್ತೇವೆ. നമ്മൾ 11ാം അധ്യായത്തിൽ ബാബേൽ ഗോപുരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ചരിത്രത്തിലെ ആ ഉൽപ്പത്തി പുസ്തകത്തിലെ വലിയ ഒരു സംഭവമാണ് ബാബേൽ ഗോപുരം. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. അപ്പം നമുക്കിതിൽ നിന്ന് പുതിയ രഹസ്യങ്ങൾ, എന്താണ് ഈ ബാബേൽ ഗോപുരം എന്ന് തിരുവചനത്തിലൂടെ നമ്മൾ വായിച്ചെടുക്കാൻ പോവുകയാണ്. 11ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಬಾಬೇಲ್ ಗೋಪುರದ ಬಗ್ಗೆ ನಾವು ನೋಡುತ್ತೇವೆ. ಇದನ್ನು ಶ್ರದ್ಧೆಯಿಂದ ನೀವು ಧ್ಯಾನಿಸಿರಿ, ಕೇಳಿಸಿಕೊಳ್ಳಿರಿ. ಕಾರಣ ಈ ಬಾಬೇಲ್ ಗೋಪುರ ಇತಿಹಾಸದಲ್ಲಿ ಒಂದು ದೊಡ್ಡ ಘಟನೆಗೆ ಕಾರಣವಾಗಿದೆ. 11ാം അധ്യായത്തിൽ 1ാം വാക്യത്തിൽ പറയാണ്, ഭൂമിയിൽ ഒരു ഭാഷയും ഒരു സംസാര രീതിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 11ನೇ ಅಧ್ಯಾಯ 1ನೇ ವಚನ, ഭൂജനരെല്ലരിಗೂ ഇദ്ദുದು ಒಂದೇ ഭാഷೆ ಒಂದೇ ನುಡಿ. ഒരൊറ്റ ഭാഷയുണ്ടായിരുന്നുള്ളൂ, ഒറ്റ ഭാഷ. ദൈവം നൽകിയ ഒരൊറ്റ ഭാഷയുള്ളായിരുന്നു. പക്ഷെ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ എന്തേറെ ഭാഷകളാണ്. ലോകം മുഴുവനും നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്തത്ര ഭാഷകളുണ്ടെന്നാണ് തോന്നുന്നത്.
ನೋಡಿ, ಆದಿಕಾಲದಲ್ಲಿ ಇದ್ದಿದ್ದು ಒಂದೇ ಭಾಷೆ. ಆದರೆ ಇತ್ತೀಚಿನ ದಿನಗಳಲ್ಲಿ ಭಾರತ ದೇಶದಲ್ಲಿ ಮಾತ್ರವಲ್ಲ, ಲೆಕ್ಕವಿಲ್ಲದಷ್ಟು ഭാഷകൾ ഉണ്ടു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് രണ്ടാം വാക്യത്തിൽ പറയാണ്, കിഴക്ക് നിന്ന് വന്നവർ ഷീനാറിൽ ഒരു സമതല പ്രദേശം കണ്ടെത്തി അവിടെ പാർപ്പുറപ്പിച്ചു. ಅವರು ಪೂರ್ವ ದಿಕ್ಕಿಗೆ ಪ್ರಯಾಣ ಮಾಡುತ್ತಾ ಇದ್ದಾಗ ಬ್ಯಾಬಿಲೋನಿನ ಕಾಡಿನ ಬಯಲು ಸೀಮೆ ಸಿಕ್ಕಿತು. ಅವರು ಅಲ್ಲೇ ನೆಲೆಸಲು ತೊಡಗಿದರು. ഷീനാർ എന്ന് പറയുന്ന ഒരു ദേശത്താണ് ഈ ബാബേൽ ഗോപുരം നിർമ്മിക്കുന്നത്. ഷീനാർ ദേശം, ആ ഒരു ദേശം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബൈബിളിൽ. ನಮಗೆ ಇಲ್ಲಿ ಕನ್ನಡದಲ್ಲಿ ಪೂರ್ವ ದಿಕ್ಕಿಗೆ ಅನ್ನೋ ರೀತಿಯಲ್ಲಿದೆ. ಸೊ ಅದು ಶೀನಾರ್ ಪ್ರದೇಶ ಎಂದು ಸಹ ಲಿಖಿತವಾಗಿದೆ. അവിടെ ഈ ഷീനാർ എന്ന് പറയുന്നത് ബൈബിളിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കാണും, ഷീനാർ ബൈബിളിൽ ഒരു തിന്മയുടെ ദേശമാണ്, തിന്മയുടെ ദേശം. ಈ ಶೀನಾರ್ ಎನ್ನುವ ಪ್ರದೇಶ ಪಾಪ ತುಂಬಿದಂತ ಒಂದು ಸ್ಥಳವಾಗಿತ್ತು. ഇസ്രായേൽ ജനം കാനാൻ ദേശത്ത്, നമുക്കറിയാം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനം കാനാൻ ദേശത്തേക്ക് പോകുന്നുണ്ട്. അവിടെ കാനാൻ ദേശത്ത് പാർത്തുകൊണ്ടിരുന്ന സമയത്ത് ഇസ്രായേൽ ജനത്തെ ബാബിലോണിൽ നിന്ന് വന്ന രാജാവ്, നബുക്കദ്നേസർ എന്ന് പറയുന്ന രാജാവ്, ബാബിലോൺ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുന്ന വലിയൊരു അടിമത്തം നമ്മൾ ഈ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ കാണുന്നുണ്ട്. ಈಜಿಪ್ಟಿನ ದೇಶದಲ್ಲಿ ದಾಸತ್ವದಲ್ಲಿದ್ದ ಇಸ್ರಾಯೇಲರನ್ನ ಸರ್ವೇಶ್ವರನಾದ ದೇವರು ಬಿಡುಗಡೆ ಮಾಡಿ ಹಾಲು ಜೇನು ಹರಿಯುವ ಕಾನಾನ್ ನಾಡಿಗೆ ಕರೆತಂದರು. ಆ ಕಾನಾನ್ ನಾಡಿನಲ್ಲಿ ವಾಸಿಸುತ್ತಿದ್ದ ಜನರನ್ನು ಬ್ಯಾಬಿಲೋನಿನ ಅರಸ ನೆಬುಕದ್ನೆಚ್ಚರನು ಮತ್ತೆ ಅವರನ್ನ ದಾಸತ್ವಕ್ಕೆ ಗುರಿಪಡಿಸಿ ಈ ಶೀನಾರ್ ನಾಡಿಗೆ ಕರೆದೊಯ್ದಿದ್ದನು. അപ്പോൾ ഈ ഷീനാർ ദേശത്താണ് ഈ ബാബിലോൺ എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ബാബിലോൺ. അത് ഈ ഷീനാർ ദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ಈ ಬಾಬಿಲೋನ್ ದೇಶದಲ್ಲಿದ್ದ ಆ ಶೀನಾರ್ ಎಂಬ ಪ್ರದೇಶದಲ್ಲಿ ಇವರು ಈ ಕಾರ್ಯವನ್ನ ಮಾಡಲು ಪ್ರಾರಂಭ ಮಾಡಿದ್ದು. ഷീനാർ ദേശത്ത്, ഈ ബാബിലോൺ ദേശത്ത് നബുക്കദ്നേസറിൻ്റെ ഒരു അന്യദേവൻ്റെ ഒരു വലിയ ക്ഷേത്രം, ഒരു തിന്മ, മ്ലേച്ഛത പ്രവർത്തിക്കുന്ന ജനങ്ങളുള്ള ഒരു ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു. ಈ ಬಾಬಿಲೋನ್ ದೇಶದಲ್ಲಿ ಶೀನಾರ್ ಎನ್ನುವ ಪ್ರದೇಶದಲ್ಲಿ ಹೆಚ್ಚಾದ ಅನ್ಯ ದೇವತೆಯ ವಿಗ್ರಹಗಳು ಮತ್ತು ದುಷ್ಟಕೃತ್ಯಗಳನ್ನು ನಡೆಸುವ ಸ್ಥಳವಾಗಿ ಮಾರ್ಪಾಡಾಗಿತ್ತು. നമുക്കറിയാം ബാബിലോൺ അടിമത്തത്തിലേക്ക് പോകുന്ന ഇസ്രായേൽ ജനം വളരെയധികം മ്ലേച്ഛ പാപങ്ങളിൽ മുഴുകി നശിക്കുന്നത് കാണുന്നുണ്ട്. ಈ ಬಾಬಿಲೋನ್ ನಗರಕ್ಕೆ ದಾಸತ್ವದಲ್ಲಿ ಹೋದಂತ ಇಸ್ರಾಯೇಲ್ ಜನರು ಬಹಳವಾದ ದುಷ್ಟ ಕೃತ್ಯಗಳಿಗೆ, ವ್ಯಭಿಚಾರ ಇನ್ನಿತರ ಪಾಪಗಳಿಗೆ ಭಾಗಿಯಾದದ್ದು ಆ ಸ್ಥಳದಲ್ಲಿ ಆಗಿದೆ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 9-ാം അധ്യായത്തിൽ നോഹയുടെ പുത്രൻ ഹാം ഒരു വലിയ തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ಆದಿಕಾಂಡ 9ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ನೋಹನ 2ನೇ ಮಗ ಹಾಮ್ ಒಂದು ದೊಡ್ಡ ಪಾಪ ಕಾರ್ಯ ಮಾಡಿದ್ದ. ഈ ബാബേൽ ഗോപുരം നിർമ്മിക്കാൻ നേതൃത്വം കൊടുക്കുന്നത് ഹാമിൻ്റെ പരമ്പരയിലുള്ള ഹാമിൻ്റെ ഒരു പുത്രനാണ്. ಈ ಬಾಬಿಲೋನ್ ಕಟ್ಟಡವನ್ನ ಕಟ್ಟಲು ಇಸ್ರಾಯೇಲ್ ಜನಾಂಗದವರನ್ನ ಪ್ರೇರೇಪಣೆ ಮಾಡಿದ್ದು ಹಾಮನ ಸಂತತಿಯಲ್ಲಿ ಹುಟ್ಟಿದಂತ ಒಬ್ಬ ಪುತ್ರನಾಗಿದ್ದಾನೆ. അത് നമ്മൾ 10-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ഹാമിന്റെ പുത്രന്മാരെന്ന് പറയുന്ന ഒരു ഭാഗം കാണുന്നുണ്ട്. 10ನೇ ಅಧ್ಯಾಯ ವಚನ 6ರಲ್ಲಿ ಹಾಮನ ಮಕ್ಕಳು ಎಂದು ನಾವು ವಾಕ್ಯ ಓದುತ್ತೇವೆ. അതിന്റെ 8-ാം വാക്യത്തിൽ കുഷിന് നിമ്രോദ് എന്നൊരു പുത്രൻ ജനിച്ചു, അവനാണ് ഭൂമിയിലെ ആദ്യ വീരപുരുഷൻ. 8ನೇ ವಚನ, ಕೂಷನು ನಿಮ್ರೋದನನ್ನು ಪಡೆದನು, ಇವನೇ ಪರಾಕ್ರಮದಲ್ಲಿ ಮೊದಲನೆಯ ಭೂರಾಜ. അവൻ വലിയ കർത്താവിൻ്റെ മുമ്പിൽ വലിയ നായാട്ടുവീരനായിരുന്നു. അവൻ കർത്താവിൻ്റെ മുമ്പിൽ നിമ്രോദിനെ പോലെ വേറെ ഒരു നായാട്ടുവീരനെ ഉണ്ടായിട്ടിരുന്നില്ലെന്നാണ് തിരുവചനം കാണിക്കുന്നത്. 9 ಮತ್ತು 10ನೇ ವಚನದಲ್ಲಿ ನಾವು ನೋಡುತ್ತೇವೆ, ದೇವರ ದೃಷ್ಟಿಯಲ್ಲಿ ಈ ನಿಮ್ರೋದನು ದಿಟ್ಟ ಬೇಟೆಗಾರ, ಪ್ರಭು ನಿನ್ನನ್ನು ನಿಮ್ರೋದನಂತ ದಿಟ್ಟ ಬೇಟೆಗಾರನಾಗಿಸಲಿ ಎಂಬ ನಾಣ್ಣುಡಿ ಇಂದಿಗೂ ಇದೆ. 10-ാം വാക്യത്തിൽ കാണുകയാണ് ഈ നിമ്രോദ് എന്ന് പറയുന്ന ആൾ എവിടെയായിരുന്നെന്ന് കാണുകയാണ്. ആരംഭത്തിൽ അവൻ്റെ രാജ്യം ഷീനാർ ദേശത്തെ ബാബേലും ഏറക്കും അക്കാദു മടങ്ങിയതായിരുന്നു. 10ನೇ ವಚನದಲ್ಲಿ ನಾವು ನೋಡ್ತೇವೆ, ಈ ನಿಮ್ರೋದ್ ರಾಜನ ಸ್ಥಳ ಯಾವುದು ಎಂಬುದಾಗಿ ಬ್ಯಾಬಿಲೋನಿಯ ಶೀನಾರ್ ನಾಡಿನಲ್ಲಿರುವ ಎರೆಕ್, ಅಕ್ಕದ್, ಬಾಬಿಲೋನ್, ಕಲ್ನೆ ಈ ಎಲ್ಲ ಪಟ್ಟಣಗಳು ಅವನ ರಾಜ್ಯದ ಮೂಲ ಪಟ್ಟಣಗಳು. ഈ ഷീനാർ ദേശത്ത് ബാബേൽ എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നെന്ന് തിരുവചനം കാണിക്കുന്നത്. അതായത് ഈ ഹാമിൻ്റെ മകൻ്റെ സ്ഥലങ്ങളിൽ ആണ് ഈ ഷീനാർ ദേശം ഉണ്ടായിരുന്നത്. ഈ ഷീനാർ ദേശത്താണ് ബാബേൽ എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്തിരുന്നത് കാണുന്നത്. ಶಪಿಸಲ್ಪಟ್ಟ ಹಾಮನ ಮಕ್ಕಳ ಸಂತಾನದಲ್ಲಿ ಬಂದಂತ ನಿಮ್ರೋದ್ ರಾಜ
ಅವನ ಆಳ್ವಿಕೆಯಲ್ಲಿದ್ದ ಶೀನಾರ್ ನಾಡಿನ ಒಂದು ಪಟ್ಟಣ ಬ್ಯಾಬಿಲೋನ್ ಆಗಿತ್ತು. അപ്പോൾ ഈ നിമ്രോദ് എന്ന് പറയുന്ന ഒരാളാണ് ശരിക്കും ഈ ബാബേൽ ഗോപുരം നിർമ്മിക്കുന്നത്. ഹാമിൻ്റെ, നമുക്കറിയാം ഹാം ഒരു വലിയ തിന്മ പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു. അവൻ്റെ പരമ്പരയിൽ നിന്ന് നിമ്രോദ് എന്ന് പറയുന്ന ആൾ വന്നു. ഈ നിമ്രോദാണ് ശരിക്കും ബാബേൽ ഗോപുരം നിർമ്മിക്കുന്നത്. ನಿಮಗೆ ಚೆನ್ನಾಗಿ ಅರ್ಥ ಆಗ್ತಿದೆ ಅಲ್ವಾ? ಹಾಮನ ಸಂತತಿಯಲ್ಲಿ ಹುಟ್ಟಿ ಬಂದಂತ ನಿಮ್ರೋದ್ ಎನ್ನುವ ರಾಜ ಈ ಬ್ಯಾಬಿಲೋನ್ ನಗರವನ್ನು ಕಟ್ಟಲು ಮೂಲ ಕಾರಣನಾಗಿದ್ದಾನೆ. അവർ ഈ ഷീനാർ ദേശത്തെ മനുഷ്യരെ കുറിച്ച് പറയുന്നത് അവർ അഹങ്കാരം നിറഞ്ഞ മനുഷ്യരായിരുന്നു. അതായത് നിമ്രോദിൻ്റെ അവർ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച് ദൈവത്തിൽ ആശ്രയിക്കാതെ അഹങ്കാരം നിറഞ്ഞ മനുഷ്യരായിരുന്നു എന്നാണ് തിരുവചനം കാണുന്നത്. ಈ ಶೀನಾರ್ ನಾಡಿನಲ್ಲಿ ವಾಸಿಸುತ್ತಿದ್ದ ಜನರ ಸ್ವಭಾವ ದೇವರನ್ನ ತಿರಸ್ಕರಿಸಿ ಸ್ವಂತ ಮಾನುಷಿಕ ಶಕ್ತಿಯನ್ನು ಅವಲಂಬಿಸಿ ಅಹಂಕಾರದಲ್ಲಿ ಜೀವಿಸುತ್ತಿದ್ದರು. 3-ാം വാക്യം, 11-ാം അധ്യായം 3-ാം വാക്യം, നമുക്ക് ഇഷ്ടികയുണ്ടാക്കി ചുട്ടെടുക്കാമെന്ന് അവർ പറഞ്ഞു. അങ്ങനെ കല്ലിന് പകരം ഇഷ്ടികയും കുമ്മായത്തിന് പകരം കളിമണ്ണും അവർ ഉപയോഗിച്ചു. 3ನೇ ವಚನ, ಆದಿಕಾಂಡ 11:3 ಬನ್ನಿ ಒಳ್ಳೊಳ್ಳೆ ಸುಟ್ಟ ಇಟ್ಟಿಗೆಗಳನ್ನು ಮಾಡೋಣ ಎಂದು ಕಟ್ಟುವಾಗ ಕಲ್ಲಿಗೆ ಬದಲಾಗಿ ಇಟ್ಟಿಗೆಯನ್ನು, ಗಾರೆಗೆ ಬದಲಾಗಿ ಕಲ್ಲರಗವನ್ನು ಉಪಯೋಗಿಸಿದರು. അവർ പരസ്പരം പറഞ്ഞു, 4-ാം വാക്യം, അവർ പരസ്പരം പറഞ്ഞു, നമുക്കൊരു പട്ടണവും ആകാശം മുട്ടുന്ന ഒരു ഗോപുരവും തീർത്ത് പ്രശസ്തി നിലനിർത്താം, അല്ലെങ്കിൽ ഭൂമിയാകെ നാം ചിന്നിച്ചിതറിപ്പോവും. 4ನೇ ವಚನದಲ್ಲಿ ಒಂದು ಪಟ್ಟಣವನ್ನು ಕಟ್ಟೋಣ, ಆಕಾಶವನ್ನು ಮುಟ್ಟುವಂತ ಗೋಪುರವನ್ನು ನಿರ್ಮಿಸಿ ಪ್ರಖ್ಯಾತಿ ಪಡೆಯೋಣ, ಹೀಗೆ ಮಾಡಿದರೆ ನಾವು ಜಗದಲ್ಲೆಲ್ಲ ಚದುರಿ ಹೋಗುವುದಕ್ಕೆ ಆಸ್ಪದ ಇರುವುದಿಲ್ಲ. നമ്മൾ തിരുവചനത്തിൽ കാണുന്നുണ്ട്, ഉൽപ്പത്തി മുതൽ ഈ മനുഷ്യൻ്റെ ചരിത്രത്തിൽ എന്തെല്ലാം സംഭവങ്ങളാണോ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടത് അതെല്ലാം ഈ ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടോ അത് ബൈബിളിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ಆದಿಕಾಂಡದಿಂದ ನಾವು ಧ್ಯಾನಿಸಿ ಬರುವಾಗ ನಮಗೆ ತಿಳಿಯುವ ಒಂದು ಸ್ಪಷ್ಟವಾದ ವಿಷಯ, ಈ ಕುಟುಂಬಗಳಲ್ಲಿ ನಡೆದ ಘಟನೆಗಳೆಲ್ಲ ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ನಡೆಯುವಂಥದ್ದೇ ಆಗಿದೆ. ഇവിടെ ആദ്യം നമ്മൾ കാണുകയാണ്, അവർ പരസ്പരം പറഞ്ഞു, നമുക്ക് പട്ടണവും ആകാശം മുട്ടുന്ന ഒരു ഗോപുരവും നിർമ്മിക്കാം. ആദ്യമായിട്ട് ബൈബിളിൽ പട്ടണം നിർമ്മിക്കുന്നത് ഈ നിമ്രോദ് എന്ന് പറയുന്ന ആളും അവൻ്റെ സംഘങ്ങളുമാണ്. എന്നിട്ട് അവരവരുടെ പ്രശസ്തി നിലനിർത്താൻ വേണ്ടി പല കാര്യങ്ങൾ ചെയ്തു കൂട്ടുകയാണ്. ನೋಡಿ, ಮೊಟ್ಟ ಮೊದಲು ಆ ನಿಮ್ರೋದ್ ಎನ್ನುವ ರಾಜ ತನ್ನ ಹೆಸರು ಶಾಶ್ವತವಾಗಿ ಪ್ರಖ್ಯಾತವಾಗಬೇಕೆಂದು ಒಂದು ದೊಡ್ಡ ಪಟ್ಟಣವನ್ನು, ಗೋಪುರವನ್ನು ಕಟ್ಟಬೇಕೆಂದು ತೀರ್ಮಾನ ಮಾಡುತ್ತಾನೆ. അതായത് നമുക്കറിയാം, വലിയ വലിയ പട്ടണങ്ങളിൽ വൻകിട കമ്പനികൾ, വ്യവസായ സ്ഥാപനങ്ങൾ, വലിയ വലിയ ആളുകൾ ജീവിക്കുന്ന സ്ഥലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഒന്നും സാധാരണ പാവപ്പെട്ട മനുഷ്യർക്കൊന്നും എത്തിപ്പെടാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മൾ കാണുകയാണ്, ഇവർ ആധിപത്യം നിലനിർത്താൻ വേണ്ടി വലിയ പട്ടണവും വ്യവസായങ്ങളും ഒക്കെ അങ്ങോട്ട് വലിയ മണിമാളിക പോലത്തെ സ്തൂപങ്ങളൊക്കെ അവരങ്ങോട്ട് നിർമ്മിക്കുകയാണ്. ನೋಡಿ, ದೊಡ್ಡ ದೊಡ್ಡ ಪಟ್ಟಣಗಳು, ದೊಡ್ಡ ದೊಡ್ಡ ಕಾರ್ಖಾನೆಗಳು, ದೊಡ್ಡ ದೊಡ್ಡ ವಿಷಯಗಳನ್ನ ನಾವು ನೋಡುವಾಗ ಅದನ್ನು ಸ್ಥಾಪನೆ ಮಾಡಿದವರ ಹೆಸರು ಶಾಶ್ವತವಾಗಿರುವಂತೆ ಈ ರಾಜ ಸಹ ಈ ದೊಡ್ಡ ಪಟ್ಟಣವನ್ನು, ಗೋಪುರವನ್ನು ಕಟ್ಟಿ ತನ್ನ ಹೆಸರನ್ನು ಪ್ರಖ್ಯಾತಿ ಮಾಡಲು ಇಚ್ಛಿಸುತ್ತಾನೆ. ഇവിടെ 5-ാം വാക്യത്തിൽ കാണാം, മനുഷ്യർ നിർമ്മിച്ച ഗോപുരവും നഗരവും കാണാൻ കർത്താവ് ഇറങ്ങി വന്നു. 5ನೇ ವಚನದಲ್ಲಿ ನೋಡುತ್ತೇವೆ, ನರಮಾನವರು ಕಟ್ಟುತ್ತಿದ್ದ ಆ ಪಟ್ಟಣವನ್ನು ಹಾಗೂ ಗೋಪುರವನ್ನು ನೋಡಲು ಸರ್ವೇಶ್ವರ ಸ್ವಾಮಿ ಇಳಿದು ಬಂದರು. മനുഷ്യർ നിർമ്മിച്ചത് കാണാൻ ഇവിടെ ദൈവത്തോട് ആലോചന ചോദിക്കുകയോ ദൈവവുമായിട്ട് എന്തെങ്കിലും ഒരു സമ്പർക്കം നടത്തുകയോ ചെയ്യുന്നില്ല. അവരവരുടെ സ്വന്തം ഇഷ്ടത്തിന് ഒരു സംഭവം നിർമ്മിക്കുകയാണ്. ഇത് കാണാൻ ദൈവം ഇറങ്ങി വരികയാണ്. ನೋಡಿ, ಇಲ್ಲಿ ಮನುಷ್ಯನು ಮಾಡುತ್ತಿದ್ದ ಕೆಲಸವನ್ನ ನೋಡಲು ಸರ್ವೇಶ್ವರ ಸ್ವಾಮಿ ಇಳಿದು ಬರುತ್ತಿದ್ದಾರೆ. ಆದರೆ ಅದು ಪ್ರಾರಂಭ ಮಾಡುವುದಕ್ಕೆ ಮೊದಲು ಆ ಮನುಷ್ಯ ದೇವರ ಚಿತ್ತವನ್ನ ಅರಿಯಲು ಬಯಸಲಿಲ್ಲ. 6-ാം വാക്യത്തിൽ ഇത് കണ്ടിട്ട് ദൈവം പറയാണ്, അവിടുന്ന് പറഞ്ഞു, അവരിപ്പോൾ ഒരു ജനതയാണ്, അവർക്കൊരു ഭാഷയും അവർ ചെയ്യാനിരിക്കുന്നതിൻ്റെ തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ, ചെയ്യാൻ ഒരുമ്പെടുന്നതൊന്നും അവർക്ക് അസാധ്യമാകത്തില്ല. 6ನೇ ವಚನದಲ್ಲಿ ನೋಡುತ್ತೇವೆ, ಅದನ್ನು ನೋಡಿದ ಮೇಲೆ ಸರ್ವೇಶ್ವರ, ಇವರು ಒಂದೇ ಜನಾಂಗ, ಇವರೆಲ್ಲರಿಗೂ ಒಂದೇ ಭಾಷೆ, ಇದು ಇವರು ಕೈಗೊಂಡಿರುವ ಕಾರ್ಯದ ಪ್ರಾರಂಭ ಮಾತ್ರ, ಮುಂದಕ್ಕೆ ಇವರು ಏನು ಬೇಕಾದರೂ ಮಾಡಿಯಾರು. ഇവിടെ ദൈവം മനുഷ്യന്റെ യൂണിറ്റി കാണുകയാണ്. അവർക്ക് ഒരു ഭാഷ, ഒരു ജനത, എന്നിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കുമെന്ന് പറയുകയാണ്. ಇಲ್ಲಿ ದೇವರು ಮನುಷ್ಯನಲ್ಲಿದ್ದ ಒಂದು ಐಕ್ಯತೆಯನ್ನ ನೋಡುತ್ತಾರೆ. ಈ ಒಗ್ಗಟ್ಟು, ಐಕ್ಯತೆಯಿಂದ ಇವರು ಏನು ಬೇಕಾದರೂ ಮಾಡಬಹುದು. നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പാഠമാണിത്. അതായത് ഒരുമിച്ച് നിന്നാൽ ഇപ്പോൾ ഒരു കുടുംബത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഭാര്യ, ഭർത്താവ്, മക്കൾ ഇവർ ഒരുമിച്ച് നിന്നാൽ അവർക്ക് അസാധ്യമായതൊന്നുമില്ലെന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുകയാണ്.
ನೋಡಿ, ಈ ವಾಕ್ಯ ನಮಗೆ ಒಳ್ಳೆಯ ಒಂದು ವಿಶ್ವಾಸವನ್ನ ಉಂಟು ಮಾಡುವಂಥದ್ದು. ಏನದು? ಕುಟುಂಬದಲ್ಲಿ, ಒಂದು ತಂಡದಲ್ಲಿ ಒಂದು ಒಗ್ಗಟ್ಟಿದ್ದರೆ ಆ ಒಗ್ಗಟ್ಟಿನ ಮೂಲಕ ನಾವು ಏನು ಬೇಕಾದರೂ സാധിಸಬಹುದು. അതായത് ഒരു ഭാഷ ഒറ്റ ഭാഷ എന്ന് പറയുന്നത് അതൊരു ഐക്യത്തിൻ്റെ ഭാഷയാണ്. ഐക്യത്തിൻ്റെ ഭാഷ, അതായത് വേറൊരാൾ പറയുമ്പോൾ ആ മറ്റേ ആൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല, അത് അംഗീകരിച്ച് ഒരുമിച്ച് ഒരൊറ്റ ഭാഷ അവർ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു ഭാഷയിൽ മുന്നേറുമ്പോൾ അവർക്ക് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. അവിടെ ഭിന്നിപ്പുണ്ടാകത്തില്ലെന്ന് പറയുകയാണ്. ಆಮೇನ್. ಇಲ್ಲಿ ಒಂದೇ ಭಾಷೆ ಅಂದರೆ ಮಾತನಾಡುವ ಭಾಷೆ ಮಾತ್ರವಲ್ಲ, ಆ ವ್ಯಕ್ತಿ ಮಾತನಾಡುವಾಗ ಎಲ್ಲರೂ ಅದಕ್ಕೆ ಸಮ್ಮತಿಸಿ ಒಂದೇ ಮನಸ್ಸಿನಿಂದ ಬಂದಾಗ ಏನು ಬೇಕಾದರೂ ಅವರು ಸಾಧಿಸಬಹುದು. പക്ഷേ ഈ ഒരു ഭാഷയും ഒരു ഹൃദയവും ഒരു യൂണിറ്റിയും ഉള്ളിടത്ത് ശരിക്കും നമ്മൾ ദൈവത്തെയും കൂടെ കൂട്ടുപിടിക്കുമ്പോഴേ അതിന് പൂർണ്ണത വരികയുള്ളൂ. ನೋಡಿ, ಈ ಒಂದೇ ಭಾಷೆ ಒಂದೇ ಹೃದಯ ಇರುವಾಗ ದೇವರನ್ನು ಸಹ നമ്മൊട്ടിಗಿದ್ದು ಕಾರ್ಯ ಮಾಡಲು ಪ್ರಾರಂಭ ಮಾಡಬಹುದು. അവരുടെ പ്രശസ്തി നിലനിർത്താനും അവരുടെ നഗരം പണിയാനും വേണ്ടിയാണ് അവർ ഒരു ഹൃദയവും ഒരു മനസ്സും ആയിരുന്നതെന്ന് നമുക്ക് കൃത്യം കാണാൻ സാധിക്കും. ನೋಡಿ, ಆದರೆ ಇಲ್ಲಿ ಈ ಮನುಷ್ಯ ಅವರ ಹೆಸರು, ಅವರು ಪ್ರಖ್ಯಾತ ಹೊಂದಬೇಕೆಂದು ಒಂದೇ ಹೃದಯದಲ್ಲಿ ಕೆಲಸವನ್ನ ಮಾಡಿದರು. ഇവിടെ നമ്മൾ കുടുംബത്തിൽ ഒരു ഐക്യം ഉണ്ടാവാം, പക്ഷെ ദൈവത്തെയും കൂടെ കൂട്ടുപിടിക്കുമ്പോൾ അതിന് ഇരട്ടി അഭിഷേകം ഉണ്ടാകും. ಹೀಗಿರುವಲ್ಲಿ ಒಂದು ಕುಟುಂಬದಲ್ಲಿರುವ ನಾವೆಲ್ಲರೂ ಒಂದೇ ಐಕ್ಯತೆಯಲ್ಲಿ ಒಗ್ಗಟ್ಟಾಗಿರುವಾಗ ನಮ್ಮೊಟ್ಟಿಗೆ ಸರ್ವೇಶ್ವರನನ್ನು ಸೇರಿಸಿಕೊಂಡಾಗ ಇನ್ನೂ ಹೆಚ್ಚಾದ ಕಾರ್ಯವನ್ನ ಮಾಡಬಹುದು. അതുകൊണ്ടാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ ഈശോ പറയുന്നത്, നിങ്ങൾ ഭൂമിയിൽ 2 പേര് യോജിച്ച് ചോദിക്കുന്ന കാര്യം ഞാൻ നടത്തി തരുമെന്ന്. ಅದನ್ನ ಮತ್ತಾಯ 18ರಲ್ಲಿ ಪ್ರಭು ಯೇಸು ನುಡಿತಾರೆ, 2 ಅಥವಾ 3 ಒಮ್ಮನಸ್ಸುಳ್ಳವರಾಗಿ ಪ್ರಾರ್ಥಿಸಿದರೆ ಅದು ನಿಮಗೆ ಕೈಗೂಡುತ್ತದೆ. 2 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. ಎಲ್ಲಿ 2 ಒಟ್ಟಾಗಿ ನನ್ನ ನಾಮದಲ್ಲಿ ಸೇರುತ್ತಾರೋ ಅವರ ಮಧ್ಯೆ ನಾನಿರುತ್ತೇನೆ. ഇവിടെ വരെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നവരാണ്. നമ്മൾ ജോലി ചെയ്യുന്നവരാണ്, വലിയ ബിൽഡിംഗ് പണിയുന്നവരാണ്, നമ്മൾ ഒത്തിരി സമ്പാദിക്കുന്നവരാണ്. പക്ഷെ അതെല്ലാം കർത്താവിനോട് കൂടെ ഇരുന്നിട്ടാണോ? നമുക്ക് ഒരേ യൂണിറ്റി ഉണ്ടാകും. വീട്ടിൽ ചിലപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഒരഭിപ്രായ വ്യത്യാസമില്ലായിരിക്കും, പക്ഷെ അത് ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടാണോ ചെയ്യുന്നതെന്ന് ಚಿಂತಿക്കണം. ನಾವು ಸಹ ಅನೇಕ ಕಟ್ಟಡಗಳನ್ನು ಕಟ್ಟುತ್ತಾ ಇರಬಹುದು, ಕೆಲಸ ಮಾಡ್ತಾ ಇರಬಹುದು. ನಮ್ಮ ವ್ಯವಹಾರಗಳಲ್ಲಿ ಸರ್ವೇಶ್ವರನೊಟ್ಟಿಗೆ ಸೇರಿ ಸರ್ವೇಶ್ವರನ ಕೃಪೆಯಿಂದ ನಾವು ಮಾಡುವುದಾದರೆ ಅದರಲ್ಲಿ ಪರಿಪೂರ್ಣತೆಯನ್ನು ಪಡೆಯಲು ಸಾಧ್ಯ. ഇനി ദൈവം ചെയ്യുന്ന പ്രവൃത്തി നമുക്ക് കാണാം. ദൈവത്തോട് ആലോചന ചോദിക്കാത്തത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ വരുന്ന ഒരു വിപത്ത് നമുക്ക് കാണാൻ പോവുകയാണ്. ಇನ್ನೊಂದು ರೀತಿಯಲ್ಲಿ ನೋಡುವುದಾದರೆ ಅವರು ದೇವರ ಸಮಾಲೋಚನೆಯಲ್ಲಿ ನಡೆಯದೇ ಇದ್ದ ಕಾರಣ ಅದರ ಪರಿಣಾಮ ಬೇರೆಯಾಗಿತ್ತು. 7-ാം വാക്യം, നമുക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ പരസ്പരം ഗ്രഹിക്കാനാവാത്ത വിധം ഭിന്നിക്കാം. 7ನೇ ವಚನ, ನಾವು ಹೋಗಿ ಇವರಲ್ಲಿ ಒಬ್ಬರ ಮಾತು ಒಬ್ಬರಿಗೆ ತಿಳಿಯದಂತೆ ಇವರ ಭಾಷೆಯನ್ನು ಗಲಿಬಿಲಿಗೊಳಿಸೋಣ. ഇവിടെ മനുഷ്യൻ്റെ യൂണിറ്റി നമ്മൾ കാണുന്നുണ്ട്. അതിന് തൊട്ടു പുറകെ ദൈവത്തിൻ്റെ ത്രിത്വത്തിൻ്റെ യൂണിറ്റി നമുക്ക് കാണാൻ സാധിക്കും. ഇത് ത്രിത്വത്തിൻ്റെ നിഴലാണ് ഇവിടെ കിടക്കുന്നത്. നമുക്കിറങ്ങി ചെന്നിട്ട് അവരുടെ ഭാഷ ഭിന്നിക്കാന്ന് പറയാം, അല്ലേ? ഞാൻ ദൈവമായിട്ട് വരുന്നു ഭാഷ ഭിന്നിക്കുമെന്നല്ല പറയുന്നത്. നമുക്കിറങ്ങി ചെന്നിട്ട് ಅವರ ಭಾಷೆಗಳೇ ಭಿನ್ನಿಕ್ಕಾಮೆന്ന് ತಿರುವಚನ ಓರ್ಮಿಪಿക്കുകയാണ്. ಇಲ್ಲಿ ಒಂದು ಕಡೆ ಮನುಷ್ಯರಲ್ಲಿದ್ದಂಥ ಒಗ್ಗಟ್ಟನ್ನ ನೋಡುವುದಾದರೆ, ಮತ್ತೊಂದು ಕಡೆ ನಾವು ಹೋಗಿ, ನಾವು ಅಂದರೆ ತ್ರಯೇಕ ದೇವರು ಅನ್ಯೋನ್ಯತೆಯಲ್ಲಿ ಕಾರ್ಯ ಮಾಡುವುದನ್ನು ನಾವು ನೋಡುತ್ತೇವೆ. ഇവിടെ നമ്മൾ അത് കഴിഞ്ഞ് 8-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ അത് അവരുടെ ഭാഷകളെ ചിതറിക്കുകയാണ്. അങ്ങനെ കർത്താവ് അവരെ ഭൂമുഖത്തെല്ലാം ചിതറിച്ചു, അവർ പട്ടണം പണി ഉപേക്ഷിച്ചു. 8ನೇ ವಚನ, ಅಂತೆಯೇ ಮಾಡಿ ಅವರನ್ನು ಅಲ್ಲಿಂದ ಜಗದೆಲ್ಲೆಡೆ ಚದುರಿಸಿ ಬಿಟ್ಟರು, ಜನರು ಆ ಪಟ್ಟಣ ಕಟ್ಟುವುದನ್ನು ನಿಲ್ಲಿಸಿ ಬಿಟ್ಟರು. അവർ ഒരേ ഐക്യത്തിലാണ് പണിയെല്ലാം ആരംഭിച്ചത്. പക്ഷെ കുറെ കഴിയുമ്പോഴത്തേനും അവർ ഈ പണി ഉപേക്ഷിച്ച് പോകുന്നത് നമ്മൾ തിരുവനന്തപുരത്ത് കാണുകയാണ്. ನೋಡಿ, ಒಗ್ಗಟ್ಟಾಗಿದ್ದಾಗ ಅವರು ಒಂದು ಕಾರ್ಯವನ್ನ ಪ್ರಾರಂಭ ಮಾಡಿದರು. ಅವರಲ್ಲಿ ಭಿನ್ನಾಭಿಪ್ರಾಯಗಳು ಬಂದಾಗ ಆ ಕೆಲಸ ಅಲ್ಲಿಯೇ ನಿಂತು ಹೋಯಿತು. അങ്ങനെ ഇവർ ലോകം മുഴുവനും ചിതറിക്കപ്പെട്ട് പലതരത്തിലുള്ള ഭാഷകൾ സംസാരിക്കുന്ന മനുഷ്യ മക്കളായി മാറുകയാണ്. ಆ ಕ್ಷಣ ಮೊದಲ್ಗೊಂಡು ಅವರು ಬೇರೆ ಬೇರೆ ಭಾಷೆಗಳನ್ನ ಮಾತನಾಡುತ್ತಾ ಲೋಕದೆಲ್ಲೆಡೆಗೆ ಚದುರಿಸಲ್ಪಟ್ಟರು. നമുക്കറിയാം, നമ്മളുടെ കുടുംബത്തിൽ തന്നെ വളരെ ഐക്യത്തിൽ ആരംഭിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. വളരെ സ്നേഹത്തിൽ ആരംഭിക്കുന്ന, ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ പോയ, വളരെ സന്തോഷത്തോടെ പോയിരുന്നതാണ്. പക്ഷേ സ്വന്തം സ്വാർത്ഥപരമായിട്ടുള്ള ചില പണത്തിൻ്റെ സംഭവങ്ങൾ,
ചില സമ്പത്തിൻ്റെ കാര്യങ്ങൾ, സൗന്ദര്യത്തിൻ്റെ കാര്യങ്ങൾ, ഇതെല്ലാം കയറി വരുമ്പോൾ ദൈവവിചാരം നഷ്ടപ്പെടുകയും അവിടെ ഭിന്നിപ്പുണ്ടാവുകയും പല സ്ഥലങ്ങളിലേക്ക് ചെതറിപ്പോവുകയുമാണ്. ಈಗ ನಮ್ಮ ಕುಟುಂಬಗಳಲ್ಲಿಯೂ ಸಹ ಸಹೋದರ ಸಹೋದರಿಯರು ಒಟ್ಟಾಗಿ ಅನ್ಯೋನ್ಯತೆಯಲ್ಲಿ ಐಕ್ಯತೆಯಲ್ಲಿ ಜೀವಿಸುತ್ತಿರುವಾಗ ತದನಂತರ ಆಸ್ತಿ, ಹಣಕಾಸು, ಅಂತಸ್ತು, ಸೌಂದರ್ಯ, ನಾನಾ ವಿಧವಾದ ಭಿನ್ನಾಭಿಪ್ರಾಯಗಳು ಉಂಟಾದಾಗ ದೇವರ ಸಮಾಲೋಚನೆಯನ್ನು ನಾವು ತಿರಸ್ಕರಿಸಿದಾಗ ചതുരിസൽപ്പെടുത്തേവേ. നമ്മുടെ കുടുംബത്തിൽ 4 പേരുണ്ടെന്ന് വെച്ചു, അല്ലെങ്കിൽ 4 പേരോ 5 പേരോ ഉണ്ടെന്ന് വെച്ചു. ഇപ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവർക്ക് പരസ്പരം മനസ്സിലാകാത്ത ഭാഷയാണ് ഇവർ സംസാരിക്കുന്നത്. ಈಗ ನಮ್ಮ ಕುಟುಂಬದಲ್ಲಿ 4 ಅಥವಾ 5 ಮಂದಿ ಒಟ್ಟಾಗಿ ಸಹೋದರರು ಇದ್ದಾರೆ ಅಂತ ಯೋಚನೆ ಮಾಡಿ. ಆದರೆ ಈಗ ಅವರು ಮಾತನಾಡುವ ಭಾಷೆಗಳು ಪರಸ್ಪರರಿಗೆ ಅರ್ಥ ಆಗುತ್ತಿಲ್ಲ. ഹസ്ബൻഡ് പറയുന്നത് ഭാര്യയ്ക്ക് മനസ്സിലാകുന്നില്ല, ഭാര്യ പറയുന്നത് ഹസ്ബൻഡിന് മനസ്സിലാകുന്നില്ല, ഇവർ രണ്ടുപേരും പറയുന്നത് മക്കൾക്ക് മനസ്സിലാകുന്നില്ല. ഒരേ ഭാഷയാണ്, കന്നഡയാണ് നമ്മൾ സംസാരിക്കുന്നത്, മലയാളം സംസാരിക്കുന്നത്, ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്, പക്ഷേ ക്ലിയർ ആകുന്നില്ല, ഒരു ക്ലാരിറ്റി ഇല്ല. എന്തോ ഒരു സംഭവം വീടുകളിൽ നടക്കുന്നത്. ಗಂಡ ಮಾತನಾಡೋದು ಹೆಂಡತಿಗೆ ಅರ್ಥ ಆಗಲ್ಲ, ಹೆಂಡತಿ ಮಾತನಾಡೋದು ಗಂಡನಿಗೆ, ಮಕ್ಕಳಿಗೆ, ಯಾರಿಗೂ ಅರ್ಥ ಆಗೋದಿಲ್ಲ. ಒಂದೇ ಭಾಷೆ, ಕನ್ನಡ ಮಲಯಾಳಂ ಏನೇ ಮಾತನಾಡ್ತಾ ಇದ್ರು, ಯಾಕಂದ್ರೆ ಅಲ್ಲಿ ಐಕ್ಯತೆ ಇರುವುದಿಲ್ಲ. അവിടെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് തീരുമാനം എടുക്കുമ്പോൾ ഏത് ഭാഷ സംസാരിച്ചാലും അവർക്ക് കൃത്യം മനസ്സിലാവുകയാണ്. ಏನೇ ಸಮಸ್ಯೆಗಳು ಬಂದಾಗ ದೇವರ ಪ್ರಸನ್ನತೆಯಲ್ಲಿ ಒಟ್ಟಾಗಿ ಸೇರಿ ಪ್ರಾರ್ಥಿಸುವಾಗ ಏನೇ ಮಾತನಾಡಿದರೂ ಆ ಮಾತುಗಳು ನಮ್ಮನ್ನು ಐಕ್ಯತೆಗೆ ತರುತ್ತದೆ. ദൈവത്തെ കൂട്ടുപിടിക്കാതെ, ദൈവവിചാരമില്ലാതെ നമ്മൾ എന്ത് പ്രവൃത്തി ആരംഭിച്ചാലും അവസാനം ഇങ്ങനെ ചിന്നിച്ചെതറിപ്പോകാനുള്ള ഒരു സാധ്യത അവിടെ കിടപ്പുണ്ട്. ದೇವರ ಸಮಾಲೋಚನೆ ಇಲ್ಲದೆ, ದೇವರನ್ನು ಆಶ್ರಯಿಸಿಕೊಳ್ಳದೆ ನಾವು ಏನೇ ಮಾಡಿದರೂ ಇದೇ ರೀತಿ ಚದುರಿಸಲ್ಪಡುತ್ತೇವೆ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഏക മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വലിയ റിസൾട്ട് അവിടെ ഉണ്ടാകുന്നത് കാണുന്നുണ്ട്. ಪ್ರೇಷಿತರ ಕಾರ್ಯಕಲಾಪಗಳು 2ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ನಾವು ನೋಡುತ್ತೇವೆ. ಪ್ರೇಷಿತರೆಲ್ಲರೂ ಒಟ್ಟಾಗಿ ಸೇರಿ ಏಕ ಮನಸ್ಸಿನಿಂದ ಪ್ರಾರ್ಥಿಸಿದಾಗ ದೊಡ್ಡ ಅದ್ಭುತ ನಡೆಯಿತು. അവർ ഏക മനസ്സോടെ അവർ പ്രാർത്ഥിക്കുക. ഇവിടെ ഏക മനസ്സോടെ ബിൽഡിംഗ് പണിയുന്നതാണ് കാണുന്നത്. അവർ ഏക മനസ്സോടെ അവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ദൈവം പരിശുദ്ധാത്മാവിനെ, ഐക്യത്തിൻ്റെ ആത്മാവിനെ അവർക്ക് അയച്ചു കൊടുക്കുകയാണ്. ನೋಡಿ, ಇಲ್ಲಿ ಅವರು ಏಕ ಮನಸ್ಸಿನಿಂದ ಪಟ್ಟಣವನ್ನ ನಿರ್ಮಿಸಲು ಪ್ರಾರಂಭ ಮಾಡಿದರು. ಅಲ್ಲಿ ಪ್ರೇಷಿತರು ಏಕ ಮನಸ್ಸಿನಿಂದ ಪ್ರಾರ್ಥನೆ ಮಾಡಿದ ಕಾರಣ ಸ್ವರ್ಗದ ಪರಿಶುದ್ಧಾತ್ಮರ ಶಕ್ತಿಯಿಂದ ಅಭಿಷೇಕಿಸಲ್ಪಟ್ಟರು. അവര് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഭാഷാവരത്തിൽ സ്തുതിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ಅವರು ಪರಿಶುದ್ಧಾತ್ಮರಿಂದ ಅಭಿಷೇಕಿಸಲ್ಪಟ್ಟ ನಂತರ ಭಾಷಾವರದಲ್ಲಿ ಸ್ತುತಿಸಲು ಪ್ರಾರಂಭ ಮಾಡಿದರು. പക്ഷെ പുറത്തിറങ്ങി ഈ ഈശോയെക്കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും, ദൈവത്തെക്കുറിച്ച് വചനം പറയാൻ തുടങ്ങിയപ്പോൾ അവരൊറ്റ ഭാഷയിലാണ് അവർ പ്രസംഗിച്ചത്. ಅವರು ದೇವರ ವಾಕ್ಯವನ್ನ, ಪ್ರಭು ಯೇಸುವಿನ ಕುರಿತು ಬೋಧನೆ ಮಾಡಲು ಪ್ರಾರಂಭಿಸಿದಾಗ ಅವರೆಲ್ಲರೂ ಮಾತನಾಡಿದ್ದು ಒಂದೇ ಭಾಷೆ. അത് കേട്ടിരുന്നവർ ലോകത്തിൻ്റെ ഇതുണ്ട്. നമ്മൾ ഇന്ന് കാണുന്നത്, ഇന്ന് ലോകത്ത് ചെതറിപ്പോയവരെല്ലാം മിക്ക ആൾക്കാരും അവിടെ ഒന്നിച്ചുകൂടി. പാർത്തിയാക്കാർ, മേദിയാക്കാർ, മെസ്സപ്പൊട്ടോമിയക്കാർ, അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ സ്ലീഹന്മാർ പറയുന്നത് കാര്യങ്ങൾ അവരവരുടെ ഭാഷയിൽ കേൾക്കുന്നത് കണ്ടു. ನೋಡಿ, ಈ ಲೋಕದ ಕಟ್ಟಕಡೆಯವರೆಗೂ ಚದುರಿಸಲ್ಪಟ್ಟ ಪಾರ್ಥಿಯರು, ಮೀಡಿಯರು, ಮೆಸಪಟೋನಿಯರು ಎಲ್ಲರೂ ಅಲ್ಲಿ ಬಂದು ಸೇರಿದ್ದರು. ಆದರೆ ಪ್ರೇಷಿತರು ಮಾತನಾಡಿದ್ದು ಒಂದೇ ಭಾಷೆ. ಅದನ್ನು ಅವರೆಲ್ಲರೂ ಅವರವರ ಸ್ವಂತ ಭಾಷೆಗಳಲ್ಲಿ ಕೇಳಿಸಿಕೊಂಡರು. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ പലതരത്തിലുള്ള ഭിന്നിപ്പുകളുണ്ടെങ്കിൽ, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ, മനസ്സിലാകാത്ത അവസ്ഥകളുണ്ടെങ്കിൽ, കൃത്യം പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ, ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ഇതുപോലെ അപ്പസ്തോല പ്രവർത്തനത്തിൽ കാണുന്ന പോലെ ഒരു ഐക്യം നമ്മിലേക്ക് കടന്നു വരും. ನಮ್ಮ ಕುಟುಂಬದಲ್ಲಿ 4-5 ಇದೇ ರೀತಿ ಭಿನ್ನಾಭಿಪ್ರಾಯ ಇರುವಾಗ, ಅರ್ಥ ಆಗದೇ ಇರುವ ಪರಿಸ್ಥಿತಿಯಲ್ಲಿ ಒಟ್ಟಾಗಿ ಸೇರಿ ಪ್ರಾರ್ಥಿಸಿ ಪವಿತ್ರಾತ್ಮರ ಸಹಾಯದಿಂದ ಆ ಒಂದು ಭಿನ್ನಾಭಿಪ್ರಾಯ ನೀಗಿ ಹೋಗಿ ಏಕ ಮನಸ್ಸು ನಮ್ಮಲ್ಲಿ ಉಂಟಾಗುತ್ತದೆ. അപ്പസ്തോല പ്രവർത്തനത്തിൽ അതാണ് നമ്മൾ കാണുന്നത്. ഈ മാവേൽ ഗോപുരത്തിൻ്റെ ഈ ഭിന്നിപ്പ്, ഭാഷയെല്ലാം മനസ്സിലാകാത്ത പോലെ ആയിപ്പോയി. അവിടെ ദൈവാരൂപി പ്രവർത്തിച്ചപ്പോൾ പരസ്പരം മനസ്സിലാകത്തക്ക വിധത്തിൽ ഭാഷയെല്ലാം റെഡിയായി. ಅಪೊಸ್ತಲರ ಕೃತ್ಯಗಳಲ್ಲಿ ನಾವು ಈ ಕಾರ್ಯವನ್ನೇ ನೋಡುವುದು. ಬ್ಯಾಬಿಲೋನ್ ನಗರದಲ್ಲಿ ಭಾಷೆಯಿಂದ ಚದುರಿಸಲ್ಪಟ್ಟ ಜನರು ಪವಿತ್ರಾತ್ಮರ ಶಕ್ತಿ ಇಳಿದು ಬಂದಾಗ ಅದೇ ಭಾಷೆಯ ಮೂಲಕ ಒಗ್ಗಟ್ಟಾದರು. നമ്മുടെ കുടുംബങ്ങളിൽ അഹങ്കാരത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഒക്കെ ഈ വിത്തിങ്ങനെ വളർന്ന് ആ വേരിങ്ങനെ വളർന്ന് പരസ്പരം സ്നേഹിക്കാൻ പറ്റാത്ത അഹങ്കാരം, സ്വന്തമായിട്ടുള്ള ഗോപുരം അങ്ങ് പണിയുകയാണ്. ഓരോരുത്തർക്കും ഓരോ ഗോപുരമാണ്. അപ്പോൾ അവരവരിങ്ങനെ ഭിന്നിച്ചേ നിൽക്കുകയുള്ളൂ.
ನಮ್ಮ ಕುಟುಂಬದಲ್ಲಿಯೂ ಸಹ ನಮ್ಮೊಳಗೆ ಬೆಳೆಯುತ್ತಿರುವ ಅಹಂಕಾರ, ಸ್ವಾರ್ಥ, ನನ್ನ ಗೋಪುರ ಎಂದು ಪ್ರತ್ಯೇಕತೆಯನ್ನು ನಾವು ಮಾಡಿಕೊಂಡಾಗ ಅಲ್ಲಿ ದೇವರ ಕಾರ್ಯ ನಡೆಯುವುದಿಲ್ಲ. നമ്മൾ ഈ തിരുവചനം ധ്യാനിക്കുമ്പോൾ ബാബേൽ ഗോപുരം നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ അതിന് പിന്നിൽ ഒരു ഭിന്നിപ്പും തിന്മയൊക്കെ കിടപ്പുണ്ടെന്നുള്ളതാണ്. ಈ ದಿನದ ವಚನ ಶುಶ್ರೂಷೆ ನಮಗೆ ತಿಳಿಸುವ ಪಾಠ, ನಾವು ಏನೇ ಕಾರ್ಯ ಮಾಡಿದರೂ ದೇವರೊಟ್ಟಿಗೆ ಸೇರಿ ನಾವು ಮಾಡುವಾಗ ಅಲ್ಲಿ ಯಶಸ್ವಿಯನ್ನು ಕಾಣುತ್ತೇವೆ. ದೇವರಿಲ್ಲದ ಕಾರ್ಯ ಅರ್ಧಕ್ಕೆ ನಿಂತು ಹೋಗುತ್ತದೆ, പരിപൂർണമാകുന്നില്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കാനുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തെ തിരുത്താനും മുന്നോട്ട് സ്വാർത്ഥത ഉപേക്ഷിക്കാനും പരസ്പരം സ്നേഹിക്കാനും എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കി കിട്ടുന്നത്. ಈ ದಿನದ ವಚನದ ಮೂಲಕ ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ನಾವು ಏನೆಲ್ಲ ಮಾರ್ಪಾಡು ಮಾಡಿಕೊಳ್ಳಬೇಕೆಂಬ ಜ್ಞಾನ ಬೋಧೆ ಉಂಟಾಗಿದೆ. ദൈവത്തിൻ്റെ പരിശുദ്ധാരൂപി ഇറങ്ങി വരുന്നത്, ഇവിടെ ഭാഷ ഭിന്നിക്കാനാണ് നമ്മൾ ബാബേൽ ഗോപുരത്തിൽ ഇറങ്ങി വരുന്നത് കണ്ടത്. മനുഷ്യൻ്റെ അഹങ്കാരം മൂലമാണ്. പക്ഷേ അപ്പസ്തോല പ്രവർത്തനത്തിൽ മനുഷ്യനെ എളിമപ്പെട്ടപ്പോൾ ഈ ദൈവാരൂപി ഇറങ്ങി വന്ന് അവരെ ഒരുപാട് സ്നേഹത്തിൻ്റെയും അഭിഷേകത്തിൻ്റെയും സമയമാക്കി മാറ്റുന്നുണ്ട്. ಮನುಷ್ಯನ ಅಹಂಕಾರದ ನಿಮಿತ್ತ ಬ್ಯಾಬಿಲೋನ್ ಗೋಪುರದ ಸಮಯದಲ್ಲಿ ದೇವರಾತ್ಮ ಇಳಿದು ಬಂದದ್ದು ಅದನ್ನ ತಡೆ ಹಿಡಿಯುವುದಕ್ಕಾಗಿ. ಆದರೆ ಮನುಷ್ಯ ತನ್ನನ್ನೇ ತಾನು ತಗ್ಗಿಸಿ ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ಇರುವಾಗ ಅದೇ ಪರಿಶುದ್ಧಾತ್ಮರು ಇಳಿದು ಬಂದು ಅವರಲ್ಲಿ അന്യോന്യത്തെയും ഐക്യത്തെയും അനുഗ്രഹിಸಿದರು. നമുക്ക് ഈ ദിവസം ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. ഈ വചന ക്ലാസ് അവസാനിക്കുമ്പോൾ നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം, ദൈവമേ ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ ഭിന്നിപ്പുകളും മാറ്റി തരണമേ എന്ന്. ಈ ವಚನ ಶುಶ್ರೂಷೆಯ ಕೊನೆಯ ಭಾಗದಲ್ಲಿ ನಾವೆಲ್ಲರೂ ಪ್ರಾರ್ಥಿಸೋಣ, ಪರಿಶುದ್ಧಾತ್ಮರೇ ನಮ್ಮ ಕುಟುಂಬದಲ್ಲಿರುವ ಎಲ್ಲಾ ಭಿನ್ನಾಭಿಪ್ರಾಯಗಳನ್ನ ಬಿಡುಗಡೆ ಮಾಡಿರಿ. അല്ല, ഈ ഭാഷ അപ്പസ്തോല പ്രവർത്തനത്തിൽ കാണുന്നത് പോലെ ഭാഷകളെയും ഞങ്ങളെല്ലാവരെയും ഒന്ന് ഒന്നിപ്പിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ಅಪೋಸ್ತಲರಲ್ಲಿ ಮಾಡಿದಂತಹ ಕಾರ್ಯ ಒಂದೇ ಭಾಷೆಯನ್ನು ನಮಗೆ ಅನುಗ್ರಹಿಸಿ ಆ ಅನ್ಯೋನ್ಯತೆ ಐಕ್ಯತೆಯನ್ನು ನೀಡಿರಿ ಎಂದು ಪ್ರಾರ್ಥಿಸೋಣ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ಒಂದು ಕ್ಷಣಕಾಲ ನಮ್ಮ ಕಣ್ಗಳನ್ನ ಮುಚ್ಚಿ ಪ್ರಾರ್ಥಿಸೋಣ. കർത്താവായ ഈശോയെ, ഞങ്ങളെല്ലാവരെയും അങ്ങേക്ക് ഭരമേൽപ്പിക്കുകയാണ്. ಕರ್ತರಾದ ಯೇಸುವೆ, ನಮ್ಮೆಲ್ಲರನ್ನು ನಿಮ್ಮ ಕರಗಳಿಗೆ ಸಮರ್ಪಿಸುತ್ತೇವೆ. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിലും ഈ ബാബേൽ ഗോപുരത്തിന്റെ പലതരത്തിലുള്ള അഹങ്കാരത്തിന്റെ അവസ്ഥകളുണ്ട്. ಪ್ರಭುವೇ, ನಮ್ಮ ಕುಟುಂಬದಲ್ಲಿಯೂ ಸಹ ಈ ಬಾಬೇಲ್ ಗೋಪುರದ ರೀತಿಯಲ್ಲಿ ಅನೇಕವಾದ ದುರವಸ್ಥೆಗಳುಂಟು. അങ്ങേ മറന്ന് കെട്ടിപ്പടുത്ത പലതരത്തിലുള്ള തിന്മകൾ ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ സാഹചര്യങ്ങളിലും ഉണ്ട്. ನಿಮ್ಮನ್ನು ತಿರಸ್ಕರಿಸಿ ನಮ್ಮ ಕುಟುಂಬದಲ್ಲಿ ನಮ್ಮ ಕೆಲಸ ಕಾರ್ಯದಲ್ಲಿ ಅನೇಕ ಕೆಟ್ಟ ಕಾರ್ಯಗಳಲ್ಲಿ ಮುಳುಗಿದ್ದೇವೆ. കർത്താവേ, അങ്ങയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ಪ್ರಭು ಯೇಸುವೆ, ಸಂಪೂರ್ಣವಾಗಿ ನಿಮ್ಮನ್ನೇ ಆಶ್ರಯಿಸಿಕೊಂಡು ನಮ್ಮ ಜೀವಿತವನ್ನು ಮುನ್ನಡೆಸಲು ಕೃಪೆ ನೀಡಿರಿ. ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് ആരംഭിക്കാനും അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് അവസാനിപ്പിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ನಮ್ಮ ಎಲ್ಲ ಕೆಲಸ ಕಾರ್ಯಗಳು, ಯೋಜನೆಗಳು ನಿಮ್ಮಲ್ಲಿ ಪ್ರಾರಂಭವಾಗಿ ನಿಮ್ಮ ಮುಖಾಂತರ ಕೊನೆಗೊಳ್ಳುವಂತೆ ಕರುಣೆ ತೋರಿರಿ. കർത്താവേ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ಪ್ರಭುವೇ, ನಮ್ಮೆಲ್ಲರನ್ನು ಆಶೀರ್ವದಿಸಿರಿ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സ്നേഹിതരെ, കർത്താവിന്റെ വചനത്തോട് ചേർന്ന് നിൽക്കാൻ ഒരവസരം കൂടി തന്നതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ಪ್ರಿಯರೇ, ಪ್ರಭು ಯೇಸುವಿನ ದೇವರ ವಾಕ್ಯದೊಟ್ಟಿಗೆ ಜೀವಿಸಲು ಮತ್ತೊಂದು ದಿನವನ್ನ ಕೊಟ್ಟದಕ್ಕಾಗಿ ಕೃತಜ್ಞತೆಯನ್ನು ಸಲ್ಲಿಸೋಣ. ഈ പഴയ നിയമത്തിലെ കാര്യങ്ങള് നമുക്ക് ഇച്ചിരി മനസ്സിലാക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. ಈ ಆದಿಕಾಂಡ, ಹಳೆಯ ಒಡಂಬಡಿಕೆಯ ಅನೇಕ ವಿಷಯಗಳನ್ನ ಅರಿತುಕೊಳ್ಳಲು ನಮಗೆ ಹೆಚ್ಚು ಆಸಕ್ತಿ ಇದೆ. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് നമുക്കിതെല്ലാം മനസ്സിലാക്കി തരും. ಆದರೆ ಪರಿಶುದ್ಧಾತ್ಮರ ಕೃಪೆಯಿಂದ ನಾವು ಎಲ್ಲವನ್ನು ಅರಿತುಕೊಳ್ಳಲು ಸಾಧ್ಯ. നിങ്ങൾ ദൈവവചനത്തോട് ചേർന്ന് നിൽക്കണം. ನೀವು ದೇವರ ವಾಕ್ಯದೊಟ್ಟಿಗೆ ಸೇರಿ ಜೀವಿಸಿರಿ. ഈ സുവിശേഷ പ്രഘോഷണത്തിൽ നിങ്ങളും പങ്കുകാരാവണം. ಈ ಸುವಾರ್ತೆ ಪ್ರಚಾರ ಕಾರ್ಯದಲ್ಲಿ ನೀವು ಸಹ ನಮ್ಮೊಟ್ಟಿಗೆ ಭಾಗಿಗಳಾಗಿದ್ದೀರಿ. നമ്മള് സ്വർഗത്തിന്റെ പദ്ധതി പ്രകാരം ഈ തിരുവചന പ്രഘോഷണം ആരംഭിച്ച നിമിഷം തന്നെ പിശാചും നരകത്തിന്ന് ഒരു പദ്ധതിയായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ನಾವು ಸ್ವರ್ಗೀಯ ತಂದೆಯ ಚಿತ್ತಕ್ಕನುಗುಣವಾಗಿ ಆ ಸತ್ಪ್ರೇರೇಪಣೆಯಿಂದ ಈ ಶುಭ ಕಾರ್ಯವನ್ನ ಪ್ರಾರಂಭ ಮಾಡಿದ ಸಮಯಕ್ಕೆ ಸರಿಯಾಗಿ ಪಾತಾಳದ ಶಕ್ತಿಯಾದ ಸೈತಾನನು ಸಹ ನಮ್ಮ ವಿರುದ್ಧವಾಗಿ ಕಾರ್ಯ ಮಾಡಲು ಪ್ರಾರಂಭ ಮಾಡುತ್ತಾನೆ. ദൈവത്തിന്റെ വചനത്തിനെതിരെ പിശാച് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് ഈ ശുശ്രൂഷയിൽ കൃത്യം മനസ്സിലാവുന്നുണ്ട്. ದೇವರ ವಾಕ್ಯಕ್ಕೆ ವಿರುದ್ಧವಾಗಿ ಸೈತಾನನ ಶಕ್ತಿಗಳು ಎದ್ದು ನಿಂತಿವೆ. ಅದು ನಮಗೆ ಚೆನ್ನಾಗಿ ಅನುಭವಕ್ಕೆ ಬಂದಿದೆ. ദൈവത്തിന്റെ വചനത്തിൽ ചേർന്ന് നിന്ന് ദൈവത്തിന്റെ വചനത്തെ ഈ കർണാടക ദേശത്ത് വിജയിപ്പിക്കും. നമ്മൾ ದೇವರ ವಾಕ್ಯದ ಶಕ್ತಿಯಿಂದಲೂ ಪವಿತ್ರಾತ್ಮರ ಅಭಿಷೇಕದಿಂದಲೂ ದೇವರ ವಾಕ್ಯವನ್ನು ಕರ್ನಾಟಕ ರಾಜ್ಯಕ್ಕೆ ನಾವು ಸಾರೋಣ. ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവും.
ನಾವೆಲ್ಲರೂ ನಿಮಗಾಗಿ ಸತತವಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತಿದ್ದೇವೆ. ದೇವರು ನಮ್ಮೊಂದಿಗಿದ್ದಾರೆ. ഈ തിരുവചനം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും കർത്താവ് നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. ಇನ್ನು ಹೆಚ್ಚಾದ ವಿಷಯಗಳನ್ನು ತಿಳಿದುಕೊಳ್ಳುವಾಗ ನಮಗೆ ಚೆನ್ನಾಗಿ ಅರಿವಿಗೆ ಬರುತ್ತದೆ ದೇವರು ಎಷ್ಟಾಗಿ ನಮ್ಮನ್ನು ಪ್ರೀತಿಸುತ್ತಿದ್ದಾರೆ. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഒരു നല്ല ദിവസം കൂടെ ആശംസിക്കുന്നു. എപ്പോഴും കർത്താവിൻ്റെ വചനത്തിൽ നിലനിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.